ഒരു സ്വത്തുണ്ട്, മഹാധമ്മ സമാധാന സ്വത്ത് എന്ന് പറഞ്ഞിട്ട്. അതിൽ 4 തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് വ്യക്തികൾ ഏത് രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഏത് ഫലമായിരിക്കും അവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം പറയുന്നത്, ഒരു വ്യക്തി, ആ വ്യക്തി കഷ്ടപ്പാടിലാണ്, ദുഃഖത്തിലാണ്. പക്ഷേ ഈ സമയത്ത് കഷ്ടപ്പാടിലാണ്, ദുഃഖത്തിലാണ്. പക്ഷേ ആ വ്യക്തി പ്രാണികളെ കൊല്ലുന്നു. അതുമൂലം പിന്നീട് ഭാവിയിൽ ആ വ്യക്തി എവിടെ ജനിക്കുന്നുവോ അത് നരകത്തിലായിരിക്കും ജനിക്കുക. അപ്പോൾ ആ വ്യക്തി ഈ സമയത്തും കഷ്ടപ്പാടിലാണ്, പിന്നീടും കഷ്ടപ്പാടിൽ തന്നെയായിരിക്കും, പിന്നീടും ദുഃഖത്തിൽ തന്നെയായിരിക്കും ആ വ്യക്തി ഉണ്ടാകുക. ഇനി മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സന്തോഷമുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ ആ സന്തോഷം കൊണ്ട് തന്നെ ആ വ്യക്തി പ്രാണികളെ കൊല്ലുന്നു. കാരണം ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, നമ്മൾ മൃഗബലിയെല്ലാം ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷത്തിലാണ്, അവർ അതിനെ കൊല്ലുന്നു. പക്ഷേ അതിൻ്റെ പരിണാമം ദുഃഖമായിരിക്കും എന്ന് അറിയുന്നില്ല. ഇപ്പോൾ അവർ സുഖത്തിലാണ്. പക്ഷേ മരണശേഷം ഈ പ്രാണികളുടെ കൊന്നതിന് ശേഷം അവർക്കതിൻ്റെ ഫലമായിട്ട് നരകമായിരിക്കും കിട്ടുക. അപ്പോൾ അവർ ദുഃഖത്തിലായിരിക്കും. ഇനി മൂന്നാമത്തെ വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ തന്നെ ദുഃഖത്തിലാണ്, ഇപ്പോൾ തന്നെ പ്രശ്നത്തിലാണ്. എന്നാലും ആ വ്യക്തി ഒരു പ്രാണികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ആ വ്യക്തി ദുഃഖത്തിലാണ്. പിന്നീട് മരണശേഷം ആ വ്യക്തിക്ക് സ്വർഗമായിരിക്കും കിട്ടുക. ഇനി നാലാമത്തെ തരത്തിലുള്ള വ്യക്തി, ആ വ്യക്തി സുഖമുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ സമയത്തും ആ വ്യക്തി പ്രാണികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴും സുഖത്തിലാണ്. ഭാവിയിലും ആ വ്യക്തിക്ക് സുഖം തന്നെയായിരിക്കും ലഭിക്കുക. കാരണം സ്വർഗത്തിലായിരിക്കും ആ വ്യക്തി ജനിക്കുക.